സാർ ഈ ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ മഴയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ലോക പോലീസായ അമേരിക്കയെ വിറപ്പിക്കാൻ ഇറാന് കഴിയുമോ? ഇറാന് കഴിയും. ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമായിട്ടുണ്ട്. അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അവരുടെ സെങ് വാലിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന HQ-9 എന്ന് പറയുന്ന മിസൈൽ, അത് അവരുടെ കയ്യിൽ ഇതുവരെയുള്ള അത്തരം മിസൈൽ അല്ല. ഇത് പുതിയ ഒരെണ്ണമാണ്. HQ-9 എന്ന് പറയുന്ന മിസൈലാണ്. HQ-9 എന്തിനു വേണ്ടിയുള്ളതാണ്? ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഭൂഖണ്ഡങ്ങളെ കടന്ന് അമേരിക്കയുടെ അങ്ങേയറ്റത്തെത്തി അവിടെ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിരിക്കുക. എവിടുന്നാ വാങ്ങിച്ചതെന്നറിയാമോ? ചൈനയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, ചൈനയുമായിട്ട് 2015 ഒരു കരാർ അനുസരിച്ച് ചൈന ഇങ്ങനെ അറ്റോമിക് വാർഫെയർ സമർപ്പിക്കാൻ പാടില്ല ഇറാന്. കരാറിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി സമ്മർദ്ദം ചെലുത്തിയ ചൈന സമ്മതിച്ചു, ലോകത്തിൽ ഒരു രാജ്യത്തിനും ഞങ്ങളിങ്ങനെ സപ്ലൈ ചെയ്യില്ല, പാകിസ്ഥാൻ ഉൾപ്പെടെ. കരാറിൻ്റെ ലംഘനമല്ലേന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ലംഘനമില്ല. ചൈന ടെക്നോളജിയിൽ അങ്ങ് വളരെ കയറിപ്പോയി. അറ്റോമിക് എനർജി അല്ലാതെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയൻ പെറ്റോറേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂവലാണ്. ലോകത്ത് ഒരു രാജ്യത്തിനും ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഫ്യൂവൽ ഉപയോഗിക്കുന്നതായി കേട്ടിട്ടില്ല. ഉണ്ടോയെന്ന് അറിയില്ല രഹസ്യമായിട്ട്. ആ ഫ്യൂവൽ ഉപയോഗിച്ചത് പോകുന്നു. കൃത്യമായിട്ട് അമേരിക്കയിൽ ഇവരെവിടെ തകർക്കുന്നു. ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ തലയ്ക്ക് ആണ് ലക്ഷ്യം വെക്കുന്നെങ്കിൽ അവിടെ ചെന്ന് വിട്ടേച്ചു വരും. അങ്ങനെ ഒന്നും അക്വയർ ചെയ്ത് വെച്ചിരിക്കുക അവർ. ഇത് കണ്ടത് ലോകം അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. കണ്ടുപിടിച്ചത് അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ വഴി ഈ ചിത്രം അവർക്ക് കിട്ടി ആണ് സംഭവം. അതുകൊണ്ട് അമേരിക്ക അങ്ങനൊന്നും കയറി അടിക്കുകയല്ല. കാരണം അടുത്ത നിമിഷം പോകുന്ന ട്രംപിൻ്റെ തലയായിരിക്കും. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചോ, ജിയോ പൊളിറ്റിക്സിൽ ഇറാനെതിരെ എന്തു കുന്തം നടത്തിയാലും മിണ്ടാതിരിക്കുകയായിരുന്നു ഇതുവരെ റഷ്യ വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നു. ഞങ്ങൾ 200% ചുങ്കം ഏൽപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ കീഴടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഇങ്ങനെ വായ ഓടിച്ചുകൊണ്ട് നടക്കുക. ആദ്യമായിട്ട് ഒരു വിമതസ്വരം. ശരിയാണ്, നേരത്തെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു ഡിസൽവ എതിർത്ത് പറഞ്ഞു, നിങ്ങളുടെ വായാടുത്തൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. തള്ളിക്കളഞ്ഞ ഇയാളെ പുച്ഛിച്ച് ദൂരെ കളഞ്ഞതാ. കടലിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എടുത്ത് എറിഞ്ഞതാ ഇയാളെ. പണ്ടേ ഒറ്റ കൊടുത്തതാ. അയാൾ ഇന്ന് ഇന്ത്യയിൽ വന്നല്ലോ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഒന്നുമില്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. അമേരിക്കയുടെ പ്രസിഡന്റ് പോലും ഇപ്പൊ ഇത്രയും വിലകെട്ട ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞ വായാടിത്തരം കൊണ്ട് നടക്കുന്ന ഒരു കൊമേഡിയനായിട്ട് സ്വയം മാറിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു കൊമേഡിയൻ സ്വയം. ഇയാൾ ലോകത്തൊക്കെ എന്തെല്ലാം അവിടെ സമാധാനം കൊണ്ട് ഇവർ സമാധാനം അവിടെ എങ്ങും ആയില്ല. എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. നാണമുള്ള പ്രസിഡന്റുമാർ ആരെങ്കിലും പറയുമോ ഇങ്ങനെ? എനിക്ക് നൊബേൽ സമ്മാനം വേണം, എനിക്ക് നൊബേൽ സമ്മാനം വേണം എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റുമാർ പ്രാഞ്ചിയേട്ടനെ പോലെ. അയ്യേ, ഇയാൾക്ക് എന്താ? അമേരിക്കയ്ക്ക് ശക്തിയുണ്ട്, അവിടെ നല്ല ആൾക്കാരും ഉണ്ട്. ഇയാളെ അവർ തൂത്തെറിയും. ഇയാളെ അവർ കരീബിയൻ ഉൾക്കടലിലേക്ക് ചിലപ്പോൾ തൂത്തെറിയും. മനസ്സിലായി? അതുപോലത്തെ ഒരു ഇയാൾ മനുഷ്യനാണ് ഇയാള്. ഏതാണ്ട് ഒരു വെനിസുലയിലെ ഒരു സ്ത്രീക്ക് ലഭിച്ചിരിക്കുന്ന നൊബേൽ സമ്മാനം എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുക. നാണമുണ്ടോ? അതാവശ്യൻ്റെ ഈ ധന്യയുടെ സർട്ടിഫിക്കറ്റ്, നല്ല മെറിറ്റ് സർട്ടിഫിക്കറ്റ്, അതെടുത്ത് ഞാൻ കൈ വെച്ചാൽ എനിക്ക് എന്ത് മെറിറ്റാണ് അതിനകത്ത്? നാണമുണ്ട് ഈ മനുഷ്യന്? അഭിമാനമുണ്ടോ? അയ്യേ, ആൻഡ്രൂ രാമജയകുമാരനേക്കാൾ മോശമായിക്കാട്ട അവസ്ഥ. അങ്ങനെ ഒരു മനുഷ്യൻ. ഇനിയിപ്പോൾ വേറൊന്നും. റഷ്യ ആദ്യമായിട്ട് അമേരിക്ക എതിർത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഭീഷണിപ്പെടുത്താമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ശക്തമായ ഭാഷയിൽ കുറിക്കുകൊള്ളുന്ന മറുപടി ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നു. ഇതുവരെ പോട്ടെന്ന് വിചാരിച്ചിരുന്നു. പുടിൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ ഇതെല്ലാം സഹിച്ച് വളരെ കൂളായിട്ടിരുന്നു ഇതുവരെ. എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം പോയി കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനൊന്നും ഭീഷണി എല്ലാവരോടും പെടുത്തണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റഷ്യയുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമായി ഇറാൻ. മനസ്സിലായില്ലേ? ഇനിയും കിടക്കുന്നു. അമേരിക്കയെ വരട്ടുന്ന ഒരു കാര്യം ഇനി കിടക്കുക സസ്പെൻസില്. ഇറാനേ മോശം രാജ്യമൊന്നുമല്ല. ഇറാൻ പടക്കോപ്പുകളെല്ലാം ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നു. നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ ഒരു ദുഷ്ട സാമ്രാജ്യം എന്ന് അമേരിക്ക വിളിക്കുന്ന ഒരു സാമ്രാജ്യമുണ്ട്.
അപ്പോൾ നോർത്ത് കൊറിയ അമേരിക്കയെ തകർക്കാൻ സംഹാര ശക്തിയുള്ള ഒരു രാഷ്ട്രമാണ്. ഇന്ന് ലോകത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ അത് നോർത്ത് കൊറിയ മാത്രമാണ്. ആ നോർത്ത് കൊറിയ എന്നുള്ള അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾക്ക് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അത്ര രഹസ്യമായിട്ടുള്ള ഒരു രഹസ്യ സാമ്രാജ്യമാണിത്. അപ്പൊ ആ അവിടെ നിഗൂഢ സാമ്രാജ്യം എന്ന് നമുക്ക് പറയാവുന്ന ഒരു സാമ്രാജ്യമാണ്. അവിടെ നിന്ന് മിസൈൽ വരും. അവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു പാർലമെന്റിന്റെയും അനുമതി വേണ്ട, നേരെ ഇങ്ങ് അയക്കും ചാട്ടുള്ളി പോലെ. അവർ ഇറാന്റെ പക്ഷം ചേരും. കാരണം ഈ അമേരിക്കയ്ക്ക് ഒരു കൊട്ടു കൊടുക്കണമെന്ന് അവർ കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നത്. കിട്ടിയ അവസരം വെച്ചിട്ട് തകർക്കും. തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗോ എവേ എന്ന് യൂറോപ്യൻ ടീഷർട്ടുകളുടെ പുറത്തുനിന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യമായിട്ട് മാറും. തകർന്ന് തരിപ്പണമാകും അമേരിക്ക, സംശയമില്ല. യുദ്ധത്തിന് ചുണ എന്തേ അവിടെ കറങ്ങി പ്രാഞ്ചി നടക്കുന്നതല്ല. എവിടെ യുദ്ധത്തിന് എന്താ കപ്പലുകൾ 2 ഉണ്ടല്ലോ എന്നോട്ട് മിസൈൽ അയക്കട്ടെ. ഇയാൾക്ക് ചുണയുണ്ടോ? ചുമ്മാ ആളുകളെ വരട്ടാൻ. പിന്നെ പത്രങ്ങൾ അമേരിക്കയുടെ കപ്പൽ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇങ്ങോട്ട് അത് യുദ്ധം. എന്തിനാ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മസാല വാർത്തകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി യുദ്ധം എന്നൊരു ഭീതി ഉണ്ടാക്കുക. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ നിസ്സഹകരിച്ചു. ഞങ്ങളുടെ മണ്ണ് ഈ യുദ്ധത്തിന് ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് സമാധാനം വേണം. ഇവിടോട്ട് മിസൈൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യവസായങ്ങൾ നശിക്കും, ഞങ്ങളുടെ എണ്ണ ടാങ്കറുകൾ കത്തും. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. നിങ്ങൾ ഹോർമൂസ് കടലിൽ കിടന്ന് വട്ടം തിരിഞ്ഞാൽ മതിയെന്ന്. കപ്പലുകൾ കുറേ നേരമായിട്ട് കിടക്കുന്നതുകൊണ്ട് കപ്പലുകൾ കിടന്ന് അവിടെ കിടന്ന് അവർക്ക് ഗതികെട്ട് ഒരുപാട് നേരം വെറുതെ ഇരുന്നാൽ ബോറടിക്കില്ലേ? അതുപോലെ കിടന്ന് വട്ടം തിരിയുക അവിടെ. അവർക്ക് പൈലറ്റിന് അവൻ്റെ കപ്പിത്താൻ എന്തെങ്കിലും ജോലി വേണ്ടേ? അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചോണ്ടിരിക്കുന്നു. അതിനാലിപ്പോൾ യുദ്ധമാ എന്ന് പറഞ്ഞ് കുറെ പത്രക്കാർ എഴുതിക്കൊണ്ടിരിക്കുക. സാറ്റലൈറ്റ് ചിത്രങ്ങൾ അനുസരിച്ച് ഇറാനോടെ കളിക്കാൻ അവർക്ക് പറ്റില്ലെന്നുള്ളതാണ് വാസ്തവം. വെനിസുലയോടെ കളിക്കുന്ന പോലെ അല്ല അവരോട് കളിക്കുന്നത്. കളിച്ചാൽ പഠിപ്പിച്ചു വിടും ഇപ്പോഴത്തെ ആയത്തുള്ള ഖമനേയി. കാരണം എനിക്ക് അതിനോട് യോജിപ്പുള്ളതുകൊണ്ട് പറയുമല്ല. പക്ഷേ അമേരിക്കയോടെ നേർക്ക് നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി അയാളും, പിന്നെ നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയും, പിന്നെ റഷ്യയുടെ പുടിനുമാണ്. പുടിന് കുറച്ച് നയതന്ത്രം കൂടെ ഉണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.